കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ച വൈസ് ചാൻസലർ നാളെ രാവിലെ 10 മണിക്കാണ് യോഗം ചേരുക. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഹാൻസ് ജോണാണ് ചേരുന്നത്. ഹാൻസ്, വളരെ നിർണായകമായ ഘട്ടത്തിലുള്ള ഒരു സിൻഡിക്കേറ്റ് യോഗമാണ് നാളെ ചേരാനിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ രജിസ്ട്രാറുടെ സസ്പെൻഷൻ എന്താണെങ്കിലും ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന സാഹചര്യമാണ്. അതിൽ ചെറിയ രീതിയിലെങ്കിലും സ്റ്റേ അനുവദിക്കാത്ത സാഹചര്യത്തിൽ തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു സിൻഡിക്കേറ്റ് യോഗം നടക്കുന്നത്. അതിലെ പ്രധാന അജണ്ട ഇത് മാത്രമാണോ? എന്തെല്ലാം ചർച്ച ചെയ്യപ്പെടും യോഗത്തിൽ? സംഗീത, വളരെ നിർണായകമായ ഒരു യോഗമാണ് ഇനി നാളെ കേരള സർവകലാശാല ആസ്ഥാനത്ത് നടക്കാൻ പോകുന്നത്. ഈ കേരള സർവകലാശാല രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്ന് ഇടതുപക്ഷ കോൺഗ്രസ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ന് രാവിലെയാണ് താൽക്കാലിക വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ സിസ തോമസിന് ഔദ്യോഗികമായി നേരിട്ട് കത്ത് നൽകിയതും ഈ കത്തിന്റെ പ്രധാന ആവശ്യം രജിസ്ട്രാറുടെ നടപടി സിൻഡിക്കേറ്റിൽ ചർച്ച ചെയ്യണമെന്നായിരുന്നു. ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ വൈസ് ചാൻസലറായിട്ടുള്ള സിസ തോമസ് ഉത്തരവിട്ടിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്കാണ് സിൻഡിക്കേറ്റ് യോഗം. ഈ യോഗം എന്തായാലും സംഘർഷഭരിതമാവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തെ അല്ലെങ്കിൽ വൈസ് ചാൻസലറുടെ ഈ തീരുമാനത്തെ എതിർക്കാനുള്ള സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ യോഗം ഏറ്റവും നിർണായകമാകുന്നത് രജിസ്ട്രാർക്കെതിരെയുള്ള വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ നടപടി സിൻഡിക്കേറ്റ് പൂർവാധികം തള്ളും. സിൻഡിക്കേറ്റിൽ ഇടതുപക്ഷ അംഗങ്ങൾക്ക് ശക്തമായ ബലമുണ്ട്, അവർക്കാണ് മുൻഗണനയുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ വൈസ് ചാൻസലറുടെ നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കും. അതിനുശേഷമായിരിക്കും ഈ സിൻഡിക്കേറ്റിന്റെ തീരുമാനമായിരിക്കും തിങ്കളാഴ്ച സത്യവാങ്മൂലമായി ഹൈക്കോടതിയിൽ നിലവിലെ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ സിസ തോമസ് നൽകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച വരാനിരിക്കുന്ന അല്ലെങ്കിൽ തിങ്കളാഴ്ച കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്ന സത്യവാങ്മൂലത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രജിസ്ട്രാർക്കെതിരെയുള്ള സസ്പെൻഷൻ നടപടിയിൽ ഹൈക്കോടതി എന്ത് തീരുമാനം സ്വീകരിക്കും എന്നുള്ളത് നിർണ്ണയിക്കുന്നത് നാളെ ചേരുന്ന സിൻഡിക്കേറ്റ് യോഗമാണ്. സംഗീത, തീർച്ചയായും അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ യോഗമാണ് നാളെ ചേരാനിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്കാണ് സിൻഡിക്കേറ്റ് യോഗം നടക്കുക.